ഡിവോഴ്സ് നോട്ടീസ് കൈ കിട്ടുന്നതിന് മുമ്പേ പെട്ടെന്ന് നിശ്ചയം നടത്താനുള്ള അവരുടെ ധൃതി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പക്ഷേ എന്റെ ഭാഗ്യം കിട്ടില്ലല്ലോ. ആ രാജന്റെ ചായക്കടയിൽ തുടങ്ങും പ്രകാശന്റെ കഥാപ്രസംഗം. നാട്ടുകാർ ഇത് ആദ്യമായിട്ടൊന്നല്ലോ ഓരോന്ന് പറയണേ. ഒക്കെ നമ്മൾ കേട്ടിട്ട് തന്നെയല്ലേ ഇവിടെ വരെ എത്തിയേ. എല്ലാം ഞാൻ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാണോ നിങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്തത്? എല്ലാം നല്ലതാവുന്ന വിചാരിച്ചല്ലേ സുധീഷ്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ ചെയ്യില്ലല്ലോ. കല്യാണം എന്ന് പറയുമ്പോ ഒരുപാട് ആലോചിച്ചും പ്ലാൻ ചെയ്തും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹരീഷിന്റെ കല്യാണം നടക്കുമല്ലോ എന്ന് ഓർത്തു ഞാൻ. ദേ നോക്ക്, നിനക്ക് കല്യാണം കഴിക്കാൻ അത്ര ധൃതിയാണെങ്കിൽ വേറെ ആരെങ്കിലും നോക്കണം. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി സുഭാഷന്റെ വിവാഹം കഴിയണ വരെ നമ്മുടെ വിവാഹം നടക്കാൻ പോണില്ല.